ഹായ് വെൽക്കം ടു ലൈറ്റ് ഓൺ ലാബ്. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു സ്ട്രിങ് എങ്ങനെ നമ്മുടെ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യാമെന്നാണ്. പക്ഷേ സ്ട്രിങ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ഒരു വെബ് പേജിന്റെ ഫ്രണ്ട് എൻഡ് പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ ഹോം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഹലോ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. പക്ഷേ നമ്മളൊരു വെബ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു വെബ് പേജിന്റെ ഫ്രണ്ട് എൻഡ് ഉണ്ടാക്കി എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പൊ യൂസർ ഇന്ററാക്ട് ചെയ്യാനുള്ള സെക്ഷൻ, പിന്നെ പലതരം ഇമേജസ്, പിന്നെ പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് കോഡിന് ലെങ്ത് കൂടുകയും അത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആവുകയും നമുക്ക് പെട്ടെന്നൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര പാടാവുകയും ചെയ്യും. അതിന് പകരം നമുക്കിവിടെ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എന്താണ് ടെംപ്ലേറ്റ്സ് എന്നൊന്ന് നമുക്ക് നോക്കാം. ഇത് ഗൂഗിളിന്റെ ഹോം പേജ് ആണ്. ഇതിൻ്റെ അകത്തൊരു സെർച്ച് ബാർ ഉണ്ട്, പിന്നെ ഗൂഗിളിന്റെ ലേബൽ ഡിസ്പ്ലേ ചെയ്യാൻ ഒരു പാർട്ടുണ്ട്, പിന്നെ കുറേ ഷോർട്ട് കട്ട്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഈ കാണുന്നത് ഫുള്ള് ഒരു ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന എങ്ങനെ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം, അത് എങ്ങനെ നമ്മുടെ ജാങ്കോ പ്രൊജക്റ്റിൽ ആഡ് ചെയ്യാം, ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കീ ആപ്പിൻ്റെ അകത്തൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ നെയിം സ്മോൾ ലെറ്ററിൽ ടെംപ്ലേറ്റ്സ് എന്ന് കൊടുക്കുക. അതിൻ്റെ അകത്ത് ഏത് ആപ്പിന് വേണ്ടിയാണോ നമ്മൾ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വീണ്ടും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് കീ എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഏത് ആപ്പിന് വേണ്ടിയാണ് ഈ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഞാനൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. home.html അതാണ് എൻ്റെ ടെംപ്ലേറ്റിൻ്റെ നെയിം. അപ്പം നമ്മളൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ബോഡിക്കകത്ത് ഞാൻ h1 ടാഗിൽ ഒരു ഹെഡിങ് കൊടുക്കാൻ പോവുകയാണ്, ഹോം എന്ന് തന്നെ. എന്നിട്ട് വ്യൂസ് ഓപ്പൺ ചെയ്ത് ഈ HTML ഫയലിനെ, അതായത് home.html ഫയലിനെ ഇവിടെ കോൾ ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ HTTP റെസ്പോൺസ് ആണ് നമ്മൾ ഹലോ ഡിസ്പ്ലേ ചെയ്യാൻ യൂസ് ചെയ്തത്. പക്ഷേ ടാബ്ലറ്റ്സ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ജാങ്കോയുടെ റെൻഡർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അതിൻ്റെ അകത്ത് റിക്വസ്റ്റ് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് നമ്മുടെ HTML ഫയലിൻ്റെ പാത്ത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ടാബ്ലറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്ത് key/home.html. ഓക്കെ, എന്നിട്ട് നമ്മുടെ URL പാത്ത് ഒന്ന് നോക്കുക. URL പാത്ത് കറക്റ്റ് ആണ്. നമ്മൾ യൂസിൻ്റെ അകത്ത് ഹോം എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെയാണ് ഇപ്പോഴും കോൾ ചെയ്ത് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ പേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്നിട്ടൊന്ന് റീഫ്രഷ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഹോം എന്ന് പറയുന്ന ഹെഡിങ് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്നൊരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. വ്യൂസിൻ്റെ അകത്ത് key/home.html എന്ന് മാത്രമാണ് പാത്ത് പറഞ്ഞു കൊടുക്കണേ. അപ്പോൾ ഈ ടെംപ്ലേറ്റ്സ് എന്നുള്ളത് അത് റെക്കഗ്നൈസ് ഓട്ടോമാറ്റിക്കായിട്ട് ജാങ്കോ ചെയ്തോളും. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ടെംപ്ലേറ്റ്സിൻ്റെ അകത്തെ ആ പാത്ത് മാത്രം നമ്മളിവിടെ പറഞ്ഞു കൊടുത്താൽ മതി. ഒരു കീ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിനെ HTML ഫയലിൻ്റെ അകത്ത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ടെംപ്ലേറ്റ്സിൻ്റെ അകത്ത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു കോമ ഇടുക, എന്നിട്ട് ഒരു കർലി ബ്രാക്കറ്റ്, അതിൻ്റെ അകത്ത് സിംഗിൾ കോട്ട്സിൻ്റെ അകത്ത് കീ എന്നൊരു കീ നെയിം ഞാൻ കൊടുത്തു, എന്നിട്ട് കോളം കൊടുത്തു. അതിൻ്റെ അകത്ത് ഞാനൊരു കീ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് ഒരു കീ ജനറേറ്റ് ചെയ്തു. ഈ കീ എനിക്ക് നമ്മുടെ ടെംപ്ലേറ്റ്സിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അതിനുവേണ്ടി HTML ഫയൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഡബിൾ കർലി ബ്രാക്കറ്റ് ഇട്ടു. ഇതിൻ്റെ അകത്ത് സ്പേസ് കൊടുത്തു. സ്പേസ് ഇട്ടതിന് ശേഷം നെയിം കൊടുക്കണം, ആ കീവേഡിൻ്റെ നെയിം കൊടുക്കണം. അപ്പോൾ കീ നെയിം കൊടുത്താൽ കീ എന്ന് തന്നെയാണ്. കീ എന്ന് കൊടുത്തിട്ട് വീണ്ടും ഒരു സ്പേസ് ഇട്ടു. എന്നിട്ട് ഇത് സേവ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ പേജ് ഓപ്പൺ ചെയ്ത് റീഫ്രഷ് ചെയ്യുക. അപ്പോൾ കാണാം നമ്മുടെ കീ കൂടെ അവിടെ ഡിസ്പ്ലേ ആയത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ HTML ഫയലിൻ്റെ അകത്ത് കൊടുക്കുമ്പോൾ ഡബിൾ കർലി ബ്രാക്കറ്റിനകത്ത് രണ്ട് സൈഡിലും ഓരോ സ്പേസ് ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മുടെ കീ നെയിം കൊടുക്കാമുള്ളൂ.
ഇനി ഞാൻ വേറൊരു ടാബ്ലറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കീ ജനറേറ്റർ ആണ് നമ്മുടെ പ്രൊജക്റ്റ്. കീ ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ കീയെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഞാൻ വേറൊരു ടാംപ്ലേറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് കീക്കകത്ത് HTML ഫയൽസിൽ കീ അണ്ടർസ്കോർ ഡിസ്പ്ലേ, അതാണ് അതിൻ്റെ നെയിം. അതിന് ഞാനൊരു ഹെഡിങ് ടാഗ് കൊടുക്കാൻ പോവാണ്. ബോഡിക്കകത്ത് H1, അതിൻ്റെ അകത്ത് കീ ഡിസ്പ്ലേ എന്ന് ഞാനൊരു ഹെഡിങ് കൊടുത്തു. എന്നിട്ട് വ്യൂസ് ഓപ്പൺ ചെയ്തു. വ്യൂസിൻ്റെ അകത്തൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഡിഫ് കീ അണ്ടർസ്കോർ ഡിസ്പ്ലേ, ആർഗ്യുമെന്റ് റിക്വസ്റ്റ് കോളം റിട്ടേൺ റെൻഡർ. റെൻഡർ ജാങ്കോയുടെ ഒരു ഫംഗ്ഷൻ ആണ്. ബ്രാക്കറ്റിന്റെ അകത്ത് റിക്വസ്റ്റ് കോമ കൊടുക്കുക. എന്നിട്ട് സിംഗിൾ കോഡ്സിലോ ഡബിൾ കോഡ്സിലോ പാത്ത് പറഞ്ഞു കൊടുക്കുക. കീ സ്ലാഷ് കീ അണ്ടർസ്കോർ ഡിസ്പ്ലേ ഡോട്ട് HTML. ഇതിനുശേഷം URL പറഞ്ഞു കൊടുക്കണം. പാത്ത് ബ്രാക്കറ്റിന്റെ അകത്ത് സിംഗിൾ കോഡ്സിന്റെ അകത്ത് URL സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ കീ \/ എന്ന് പറഞ്ഞ URL ആണ് കൊടുത്തിരിക്കണേ. എന്നിട്ട് കോമ ഇടുക. എന്നിട്ട് നമ്മുടെ ഫംഗ്ഷനെ കോൾ ചെയ്യുക. യൂസ് ഡോട്ട് കീ അണ്ടർസ്കോർ ഡിസ്പ്ലേ. ഇതിന് ശേഷം നമ്മുടെ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഹോം പേജ് പോയിന്റ് ചെയ്യുന്ന ഈ പേജിലോട്ടാണ്. എന്നിട്ട് നമുക്ക് URL ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കാം. കീ \/ എൻ്റർ. ഓക്കെ, നമ്മുടെ കീ ഡിസ്പ്ലേ എന്നുള്ള ഹെഡിങ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സെക്ഷനിൽ നോക്കിയത് ടാംപ്ലേറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ നമ്മുടെ ജാങ്കോ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യാം, എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിക്കാം എന്നാണ് ഇന്ന് ഈ സെക്ഷനിൽ നമ്മൾ നോക്കിയത്. അപ്പോൾ എല്ലാവരും ലേൺ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.